ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ? ഒരു എഗ് മസാലയാണ്. നമ്മുടെ ഗ്രീൻ പീസും തക്കാളിയും മുട്ടയും എല്ലാം ചേർത്ത് സൈഡ് ഡിഷായിട്ടും മെയിൻ ഡിഷായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബ്രെഡിൻ്റെ കൂടെയാണോ ചപ്പാത്തിയുടെ കൂടെയാണോ ഏതിൻ്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഫ്രോസൺ പീസ്, 1 കപ്പ് നിറയെയില്ല, 1 കപ്പിൽ തൊട്ട് താഴെയുള്ള അളവിൽ ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ 1 മതി. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക്, അതുപോലെ തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 മുട്ട മതി എന്നുണ്ടെങ്കിൽ 3 മുട്ട ചേർക്കാം. കൂടുതൽ മുട്ട ചേർക്കുന്നതോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. ഫ്രോസൺ പീസിന് പകരമായിട്ട് നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈഡ് ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേവിച്ച് നമ്മളിപ്പോൾ വേറെ കറികൾക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാം. കുഴഞ്ഞു പോകാത്ത ഗ്രീൻ പീസ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയും കൂടി ഒന്ന് മുരിഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോസൺ പീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് ചതച്ചതിന് ശേഷം അതിട്ട് കൊടുക്കാം. ആദ്യം ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം മാത്രം ചേർക്കാണ്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ഇനി ഈ സവോള ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് കഴിക്കാം കേട്ടോ. ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി റോളായിട്ടോ പൊറോട്ട റോളായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഈ റെസിപ്പി. നല്ലൊരു സൈഡ് ഡിഷുമാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കുക്കായി കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇല്ലെങ്കിൽ ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈസി ആണോ ഈ റെസിപ്പി, ഇഷ്ടപ്പെട്ടോ കഴിക്കാൻ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല. അപ്പോൾ ലാസ്റ്റ് മല്ലിയില ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് വരും. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളിയുടെ കൂടെ തന്നെ ഗ്രീൻ പീസ് ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. നമ്മളിനി മുട്ടയിലും ഉപ്പ് ചേർക്കും. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇതൊന്ന് നന്നായിട്ട്
കുക്കായി വരണം. ഗ്രീൻ പീസ് കുക്കാണ് എങ്കിലും ഒരു 2 മിനിറ്റ് ആ മസാലയൊക്കെ ഗ്രീൻ പീസിലേക്ക് പിടിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി അടച്ചു വെക്കണം. ഇതുപോലെ ഒരുമിച്ചാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, തക്കാളി ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നടുക്ക് സ്പേസ് ഉണ്ടാക്കിയിട്ട് എണ്ണ കുറവാണെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ മുട്ടയും മസാലയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. അതാണ് നമ്മൾ മുട്ടയ്ക്കും കൂടി ചേർത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി മുട്ടയൊന്ന് കുക്കായി വരട്ടെ. ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ വീണ്ടും അടുത്ത സൈഡിലേക്ക് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മുട്ട നന്നായിട്ട് പൊടിഞ്ഞ് ചെറുതായിട്ട് വരണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊടിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞു വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവറും അതുപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടി നമ്മുടെ ഗ്രീൻ പീസിലേക്ക് പിടിച്ചു വന്നോളും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഗ്രീൻ പീസ് എഗ് മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് കണ്ടോ, നന്നായിട്ട് മസാലയൊക്കെ ഗ്രീൻ പീസിലേക്ക് മിക്സ് ആയി വരുന്നുണ്ട്. ഇത് നമുക്കിപ്പോൾ ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ ഉള്ളിൽ വെച്ച് കഴിക്കാനാണെങ്കിൽ ഈ ഒരു പാകത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലൊക്കെ വെച്ച് ഫില്ലിംഗ് ആക്കിയിട്ട് റോൾ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതുപോലെ വേണ്ട, വെറുതെ സ്പൂണിൽ കോരി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ടാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക കേട്ടോ. ഏത് രീതിയിലും വ്യത്യാസം വരുത്താവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഇത്രയും ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് എരിവ് ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാലയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.